ഇവിടെ ഇപ്പോ ഈ രാത്രിയില് നേരത്തെ വന്നു. ഉടനെ വരുമെന്ന് കരുതി വേറെ ആരും കാണാതെ അകത്ത് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇത്രയും വൈകി. പക്ഷേ വരുന്നത് ഇങ്ങനെയാകുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. ക്ഷമിക്കണം, ഞാനിപ്പോ വരാം. എന്തു പറ്റി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തേ ശ്രീദേവി? ഞാൻ അനന്തനെ പിന്നെയും ബുദ്ധിമുട്ടിക്കുകയാണോ? എങ്ങനെ പറയേണ്ടതെന്നറിയില്ല. എനിക്ക് തനിച്ചൊന്നും തീരുമാനിക്കാൻ കഴിയുന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. എന്തു തന്നെയായാലും പറയും. ഞാനും മദനും. എനിക്കറിയാം. ആദ്യമേ അനന്തനോടെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. അന്ന് വിളിച്ചത് അതിനായിരുന്നു. പക്ഷെ പറ്റിയില്ല. പിന്നെ പല പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്തു. എന്തോ കിട്ടിയില്ല. മദൻ നാട്ടിൽ പോയി വന്നാലുടൻ വിവാഹം നടത്തണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. മദനായിരുന്നു കൂടുതലും ധൃതി. മദൻ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കത്ത് കിട്ടി. എന്റെ ശ്രീദേവിക്ക് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ധൃതിപ്പെട്ടാണ് പോകുന്നത്. പക്ഷേ പെട്ടെന്നൊരു അത്യാഹിതം. സിംഗപ്പൂരിലെ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചുപോയി. സ്ട്രോക്ക് ആയിരുന്നു. ഞാനുടനെ അങ്ങോട്ട് പോവുകയാണ്. അവിടുത്തെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് ചേച്ചിയെ നാട്ടിലേക്ക് കൊണ്ടുവരണം. എത്രയെന്നറിയില്ല. ചെന്നിട്ടെഴുതാം. സ്വന്തം മദൻ. ഇത്രയല്ലേ ഉള്ളൂ. അവിടെ നിന്ന് വന്നാലുടൻ അദ്ദേഹം വരുമല്ലോ. അതെനിക്കും ഉറപ്പാണ്. പക്ഷേ ഞാനതെങ്ങനെ പറയും? ഞാൻ ഒരമ്മയാകാൻ പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മദന് ഈ വിവരം അറിയില്ല. സിംഗപ്പൂരിലെ വിലാസം അറിയാത്തത് കൊണ്ട് എഴുതാനും വയ്യ. ഹോസ്റ്റലിൽ ചില സംശയങ്ങളുണ്ട്. അതുകൂടിയായപ്പോൾ ഞാൻ ആകെ തളർന്നു. മദൻ വരുന്നതുവരെ താമസിക്കാൻ എവിടെയെങ്കിലും ഒരു വീട് അനന്തൻ വിചാരിച്ചാൽ. നാളെ ആവട്ടെ, നമുക്ക് അന്വേഷിക്കാം. ഇപ്പൊ സമാധാനമായിട്ട് കിടന്നുറങ്ങും. പറ്റിയൊരു വീട് കിട്ടില്ലേ? ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വിഷമിക്കാതിരിക്കും. ശ്രീദേവി ഇവിടെ ഉണ്ടെന്ന് പുറത്താരും അറിയണ്ട. ആമാ, എതുക്കിപ്പോ ഉനക്ക് ലീവ്? കുറച്ച് ജോലി ഉണ്ടായിരുന്നു. പിന്നെ അഡ്വാൻസ് ആയ ഒരു 200 രൂപയും വേണം. ഈ വീടിന് ആകെ ഒരു മാറ്റം വന്നിരിക്കുന്നല്ലോ. ഒരബദ്ധം പറ്റി. ഏ? അടുത്ത വീട്ടിലെ സ്ത്രീ ഞാനിവിടെ ഉള്ളത് കണ്ടു. അത് സാരമില്ല. വീടിന്റെ കാര്യം ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. ഈ അവസ്ഥയിൽ ശ്രീദേവിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ സേഫായിട്ടൊരു സ്ഥലം കിട്ടുക എളുപ്പമല്ല. അനന്തന് വെറുതെ ബുദ്ധിമുട്ടായി അല്ലേ? ഇനി എന്താ വേണ്ടത്? ഇനി ഒന്നും വേണ്ട. ഞാൻ പോകാം. പോവുകയോ? പക്ഷേ എവിടേക്ക്? അതെനിക്കും അറിയില്ല. പിന്നെ
ഇങ്ങോട്ടൊന്നില്ലാതെ ഒറ്റയ്ക്കിറങ്ങി പോവാൻ എന്താ എന്നെ വിശ്വാസമില്ലേ? അയ്യോ, അതുകൊണ്ടല്ല. എങ്കിൽ തൽക്കാലം ഇവിടെ താമസിക്കും. അധികം താമസിയാതെ ഡോക്ടർ മതം വരില്ലേ? പിന്നെന്താ? ഞാൻ കാരണം അനന്തൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. എന്നെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഒരർത്ഥവും കാണാത്ത ഈ ജീവിതത്തിൽ ശ്രീദേവിക്ക് എങ്ങനെയെങ്കിലും ഉപകാരപ്പെട്ടാൽ. രാഘവേട്ടാ, വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. ചേച്ചി മറിയാതൻ, നമ്മൾ ഇവനെ എങ്ങനെയാ കരുതിയിരുന്നേ? சொந்தக்காரன் போல. എന്നിട്ട് ആ വിചാരമല്ലോ അവൻ ഇങ്ങോട്ടുണ്ടോ? அது இருந்தா இப்படியா? എന്നാലും എന്റെ അനന്ത, ഒരു വാക്ക് താൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സാക്ഷി ഒപ്പിടാനെങ്കിലും ഞങ്ങൾ വരുമായിരുന്നല്ലോ. രാഘവേട്ടാ, ഇത് വേണ്ട, അതൊന്നും പറയണ്ട. டா, நடந்து போச்சு. அவன் தான் தெரியாம தவறு செஞ்சாலும் அதை நாம தானே மன்னிக்கணும். മன்നിക്കണമാ? பின்ன மன்னிக்க வேண்டாமா? ഏതായാലും നീ ഒരു ആൺകുട്ടി തന്നെയാ, സമ്മതിച്ചിരിക്കുന്നു. കുറെ കാലമായിട്ടുള്ള നിന്റെ പോക്ക് കണ്ടപ്പോ ഞാൻ കരുതിയ ഒക്കെ കുട്ടിച്ചോറാക്കുന്ന മെട്ടുക്കൻ എന്നെ പോലെ ഒടുവി കാര്യം സാധിച്ചെടുത്തല്ലോ. അതെ, പെങ്കുച്ചിന്റെ വീട്ടുകാരെ പുറകെ പോലീസിലൊന്നും അയക്കില്ലല്ലോ. രാഘവേട്ടാ, ആ കുട്ടി ഇനി അഥവാ അയച്ചാൽ തന്നെ ഞങ്ങൾ ഈ ചേരിയിലുള്ളപ്പോ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ஒரே குத்து. ആ, கவலைப்படாத. ஆமா, அது போட்டோம். 4 பேருக்கு தெரியாம கூட்டு வந்தாச்சு. ആ. இனிமே சேரியில இருக்கிறவங்க பார்த்து போட்டுமே. പിന്നെ ചേച്ചി Correct. ஆ. പെണ്ണാണെങ്കിലും ഇവളിത് ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. അന്തസ്സായിട്ട് ചെലവ് നടത്തണം. അയ്യോ രാഘവേട്ടാ, ഈ പറയുന്ന പോലെ കാശിന്റെ കാര്യം അതൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിന്ന് തന്നാ മതി. நல்ல வடை பாயசம் ஜாம் ஜாம்னே. ആ, ഡിങ്ക് 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 ഡിങ്ക്. ഹോസ്റ്റലിൽ പോയി അന്വേഷിച്ചു. കത്തൊന്നുമില്ല. പോസ്റ്റ് ഓഫീസിൽ ഇവിടുത്തെ അഡ്രസ് കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സൗകര്യങ്ങളൊക്കെ എങ്ങനെ? ധാരാളം. കുളിക്കാൻ ചൂടുവെള്ളം മറ്റോ വേണമെങ്കിൽ ഞാൻ ചൂടാക്കി എടുത്തോളാം. ഇവിടെ ഇത്രയൊക്കെ ഉള്ളുവെങ്കിലും ഒന്നിനും കുറവ് വരുത്തരുത്. അതും ഇങ്ങനെ ഇരിക്കുമ്പോ. ആ, ഇവിടെ വന്നിട്ട് പെരക്കാത്ത തന്നെ കുത്തിയിരുന്നാൽ എങ്ങനെയാ? രണ്ടിനും പുറത്തോടെ ഇറങ്ങിക്കേ. ആ, അങ്ങനെ ഉണ്ട് ഒരു കഥ. ചേരിക്കാരൊക്കെ കാണേണ്ടത്. വാ வா 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 വാ. வா. ஆடிட்டே. ബെഞ്ചി പിടിച്ചു. ആ ബെഞ്ചി പിടിച്ചു. എടേ. பிடிச்சு போய் இப்படி. രാഘവേട്ടാ, കേട്ടോ? சீக்கிரம் போல. നിങ്ങൾ എന്താ ഇത്? உட்காரு 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 உட்காரு. അങ്ങോട്ട് அவுத்து. அப்படி